Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. Hello, good evening. കാത്തിരിക്കുന്നവരോട് present. So now we welcome you all to your favorite show, ഏതാ Star Magic. സ്റ്റാർ മാജിക്കിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആർട്ടിസ്റ്റുകൾ എല്ലാവരും റെഡിയാണ്. പക്ഷെ അവർ എന്തൊക്കെയോ കാര്യത്തിൽ കുറച്ചധികം തിരക്കിലും കൊതിയിലൊക്കെയാണെന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി എൻട്രി ആണ്, ഇതുവരെ ടെലിവിഷൻ ചരിത്രത്തിൽ കാണാത്ത ഒരു സ്പെഷ്യൽ എൻട്രി, അതും എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ. So let's welcome the entire team to Star Magic. ഹലോ ഇന്ന് കിണറിൽ റിങ് ഇറക്കാൻ പോകണോ? അതെ ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് പതിവിലും വിപരീതമായിട്ട് നമ്മൾ ഒരു ഷൂട്ട് എടുക്കുമ്പോൾ 3 നേരം ഫുഡ് ഇവിടെ നിന്ന് തന്നെയാണ്, ഫ്ലവേഴ്സിൽ തന്നെയാണ് പ്രൊഡക്ഷൻ ഫുഡ്. അതെ. പക്ഷെ ഇന്ന് എന്താ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് പൊതിഞ്ഞു കൊണ്ടുവന്നേ? ഇതൊരു ചെറിയ കുഴൽ കിണറാണ്. ഞാനാണോ ആ കുഴൽ? അതെന്താ അറിയോ, കൗണ്ടർ മോശമായി കഴിഞ്ഞ് ഇന്ന് ഫുഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞു. ഫുഡ് കുറച്ച് കയ്യിൽ കരുതിയെന്നുള്ളൂ. ഓൾറെഡി ഞങ്ങളുടെ പേയ്മെന്റ് കട്ട് ചെയ്തു. ലക്ഷ്മി നമുക്ക് മാത്രല്ല ചോറ്റുപാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ജിഷൻ ചേട്ടന്റെ ഒരു കാര്യം, താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ അമ്മ ഇതവൻ കഴിച്ചതാ, കഴുകി കൊടുക്കാനായിട്ട് തന്നാ. തങ്കച്ച പോത്താണേ. ചേട്ടൻ പോത്താന്നോ? അല്ലല്ല, തങ്കച്ചന്റെ കറി പോത്താണ്. അപ്പോ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ അമ്മമാര് നമുക്ക് എന്താണോ ഇഷ്ടം അത് കൂടുതലും നമ്മുടെ ചുറ്റുപാത്രത്തിൽ വെക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവരും ഈ ടിഫിൻ ബോക്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് എല്ലാവരുടെ ടിഫിൻ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താന്ന് ചോദിക്കണ്ടല്ലോ, തുറന്നു കാണിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഉല്ലാസന്റെ പാത്രത്തിൽ കുപ്പിയായിരിക്കും. പ്രായം കൊണ്ട് ഏറ്റവും ആദ്യം വാവയുടെ തുറക്കട്ടെ. പ്രായത്തിനനുസരിച്ചിട്ടുള്ള ചോറ്റുപാത്രം. ഡോറ പി ഒതുന്നു. ശരി, വീട്ടിൽ നിന്ന് എന്താ തന്നു വിട്ടിട്ടില്ലേ? വീട്ടിൽ നിന്ന് തന്നുവിട്ടിരിക്കുന്നത് മുട്ട വറുത്തത്. കുഞ്ഞുവാവയുടെ ഭാര്യയാണോ അമ്മയാണോ തന്നുവിട്ടത്? കുഞ്ഞുവാവയല്ലേ, ഭാര്യ ഇല്ലല്ലോ. ശരി, കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞങ്ങള് കുഞ്ഞാവയാ. അതെ, ഒരു പ്രണയമുണ്ട്. എന്താ ഈ ക്ലാസ്സിൽ ഞാൻ പറയാം. LKG പഠിക്കുമ്പോഴേക്കും പ്രണയായോ? ഞാൻ ഇച്ചിരി മുതുക്കായിരുന്നു. എന്താ തന്നുവിട്ടിട്ടില്ല അമ്മ? തന്നുവിട്ടിരിക്കുന്നത് വൃദ്ധപ്രണയമാണോടാ? ചോറ്, മുട്ട വറുത്തത്, ഓംലെറ്റ്, മിക്സർ അച്ചാറ്. അത് മിക്സർ എല്ലാം കൂടി കൂട്ടിയുള്ള അച്ചാറ്. മിക്സറിനകത്ത് അച്ചാറിട്ട് കുഴച്ചത്. ഞാൻ UKG അല്ലേ. മിക്സർ അച്ചാർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇന്നലെ അടിച്ചതിന്റെ ഭാഗത്ത് മിക്സറും പിന്നെ അച്ചാറും ടച്ചിങ്സ് രണ്ടും കൂടെ. പിന്നെ കാബേജ് തോരൻ. ഓക്കെ, അപ്പൊ സുമിനി അത് തുറന്നു കാണിക്കോ? അമ്മ തന്നോട്ട് പറഞ്ഞ ആർക്കും കൊടുക്കാതെ ഒളിച്ചിരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ സാധനമാണിത്. ആരും വെറുതെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് നല്ല അനുസരണ ഉള്ളത് കൊണ്ടും ഞാൻ ഇനി ഗസ്റ്റിനെ വിളിക്കാൻ പോവാ. ഓക്കെ, അപ്പൊ ഇതിലും സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇനി നമ്മുടെ ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. വളരെ സന്തോഷത്തിലാണ്, അതിലേറെ ഒരു വൈബ് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ശരിക്കും ദ പവർ ഹൗസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാൻ കാരണം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ്സിൽ ഈ ഗസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെയും ഒരുപാട് ഇഷ്ടം ഞങ്ങളെ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ആ ഗസ്റ്റിനെ നമ്മളിതാ വീണ്ടും കൊണ്ടുവരികയാണ്. പ്ലീസ് പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ ടു വെൽക്കം ശ്രീമതി മേനക സുരേഷ്.
സാധാരണ ഇവിടെ ഒരു പുഴ ഉള്ളായിരുന്നു, ഇപ്പൊ 2 പുഴുവായി. ഇത് കൊക്കാപ്പുഴുവിന്റെ ശല്യമാണ് ഇപ്പൊ ഈ ഇത് കാണിച്ചത്. പുഴുവല്ലായിരുന്നു, വേറെ ഐറ്റം. വൺസ് അഗൈൻ ഒരു വലിയ കൈഡിയോടുകൂടി ഒരു ഭയങ്കര വലിയൊരു ചക്കര ഉമ്മയോടുകൂടി വി വെൽക്കം യു ചേച്ചി. ആൻഡ് ദിസ് ഇസ് മേനക സുരേഷ് അഗൈൻ ഓൺ നമ്മുടെ സ്റ്റാർ മാജിക്. എവിടുന്നാണ് ഇത്ര വലിയൊരു എനർജി? കാരണം സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാവരും ഒന്ന് സ്റ്റക്ക് ആയി പോയി ചേച്ചി വന്നപ്പോ. കാരണം ഡാൻസ് കൂടെ പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ പറഞ്ഞില്ലേ മാജിക് ആണെന്ന്. മാജിക് ആണ്. ഈ ഫ്ലോറിൽ വന്നപ്പോ അതുകൂടെ കൂടി. That is all about നമ്മുടെ മേനക ചേച്ചി. ശരിക്കും ആ ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞ് നമ്മൾ പോന്നതിന് ശേഷം എപ്പിസോഡ് ടിവിയിൽ കണ്ടപ്പോഴാണെങ്കിലും ഭയങ്കര 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 ഒരു സന്തോഷം. കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമുക്കൊരു വൈബ് കിട്ടുക. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോൺസ് വന്നു കേട്ടോ. വിശേഷങ്ങൾ ഒരുപാട് പേര് പറഞ്ഞു. എത്രയോ ഷോസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് എനിക്കൊരു ഡിഫറെന്റ് ആയിട്ടുണ്ടായിരുന്നു എല്ലാം. കാരണം ബാക്കിയുള്ളത് നമ്മൾ കാണും, എന്തെങ്കിലും മാർക്ക് പറയും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല. നിങ്ങൾ എല്ലാവരുടെ കൂടെയും എനിക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. ഈ രോഗമുള്ള കുട്ടികളോടൊപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ ഉള്ളൊരു ഇതല്ലേ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. ഞാൻ കഴിഞ്ഞവരെ വന്നതിനേക്കാൾ നീ കുറച്ചും കൂടി ഭേദമായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കണ്ടാ അറിയാം. പ്രേക്ഷകരുടെ ഫീഡ്ബാക്സ് യൂട്യൂബിൽ കമന്റ്സ് കണ്ടിരുന്നോ? കോൾസ് വന്നിരുന്നു? കണ്ടു. അനുവിന്റെ ഫാൻ ആണെന്ന് പറഞ്ഞ് രജീഷ് ആണെന്ന് തോന്നുന്നു. അവർ എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുകയാണ്. ആരാണ് അല്ലല്ല, ഞാൻ വിചാരിച്ചു അനു ആണെന്ന് വിചാരിച്ചിട്ട് ഹായ് അനു, ഹൗ ആർ യു ചേച്ചി, ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞു. ഐ വിൽ കം, നോ പ്രോബ്ലം, എങ്ങനെയുണ്ട് അനു എന്നൊക്കെ പറഞ്ഞപ്പോഴില്ല. ഐ എം നോട്ട് അനു, ഞാൻ അനീഷ് എന്ന് പറഞ്ഞു. ഇവളാകാൻ വഴിയില്ല, കാരണം ഇവക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞില്ല. ചേച്ചി അവർക്ക് 10 സിം ഉണ്ട്. അനുവിന് ഫാൻ ബോയ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തറിയോ? അനുവിന്റെ ഫാൻ നന്നക്കം കൊടുത്ത ബോയ് വിളിക്കണത് എപ്പോഴും നന്നാക്കി വെച്ചിട്ടുണ്ട്, വരൂ എന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് പോയിട്ട് ഒരാഴ്ചക്കകത്ത് ഉടനെ എന്നെ വിളിച്ച ഫസ്റ്റ് ചാനലാണ്. ഫസ്റ്റ് പരിപാടിയാണ്. അത്ര ഇഷ്ടം കൊണ്ടാണ്, പ്രേക്ഷകർക്കും അത്ര ഇഷ്ടമായതുകൊണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ വരുമ്പോ എന്തെങ്കിലും സ്പെഷ്യൽ പ്രിപ്പറേഷൻസ് ഉണ്ടോ? അതായത് ആരെങ്കിലും ടാർഗറ്റ് ഉണ്ട്, ചിലരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ വാവയ്ക്ക് അടിച്ചു കൊടുത്തല്ലോ. ഞാൻ കഴിഞ്ഞ തവണ പോലെ ആയിരിക്കില്ല, കുറച്ചെങ്കിലും ഭേദമായിട്ടുണ്ടായിരിക്കും എന്ന് ധരിക്കുന്നു. ഗുളിക കഴിക്കുന്നുണ്ട് പുള്ളി. കറണ്ട് അടിപ്പിക്കുന്നവൻ പറഞ്ഞ കേട്ടോ, ഗുളിക കഴിക്കുന്നുണ്ട് അവൻ. രണ്ടുപേർക്ക് ഒരേ ഗുളിക. ചുമ്മാ അല്ല, പാമ്പിൻ കാൽ പാമ്പറിയും എന്നുള്ളത് കറക്റ്റ് ആണ്. തങ്കച്ചനും ഈ പ്രിൻസിപ്പൾ നിൽക്കുമ്പോഴോ തങ്കച്ചനും സ്കൂളിലെ പ്യൂണ് നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ശരി, ഒന്ന് കുട്ടിക്കാലത്തിലേക്ക് പോവാണെങ്കിൽ ഈ പാവാടയും ബ്ലൗസും ഇട്ട് പണ്ട് ഇങ്ങനെ ഈ അലുമിനിയം പെട്ടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഇങ്ങനെ ചോറ്റും പാത്രം ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ സ്കൂളിൽ പോവാ, അങ്ങനെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ എനിക്ക് ജീവിതത്തിലില്ല. സ്കൂളിൽ പോയിട്ടില്ലേ? സ്കൂളിൽ പോയിട്ടുണ്ട്. എന്റെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് അമ്മയ്ക്ക് സ്കൂളിലെ ഫുഡ് കിട്ടും, ടിഫൻ കിട്ടും, എല്ലാം കിട്ടും. അമ്മയുടെ മോളല്ലേ ഞാൻ. സമയമാകുമ്പം അമ്മയെടുത്ത് പോവും. അമ്മയുടെ കൂടെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് കഴിക്കുന്ന കുട്ടിയാണ്. ഞങ്ങളുടെ അതെ, ക്ലാസ്സിൽ നിന്ന് കൊണ്ട് സ്റ്റാഫ് റൂമിൽ നിർത്തും. ചേച്ചിയുടെ ഒരു ശീലം തങ്കച്ചനുണ്ട്. എന്താ? തങ്കച്ചൻ സ്റ്റുഡൻസിന്റെ കൂടെ ഇരുന്ന് കഴിച്ചിട്ടില്ല. ഉപ്പുമാവ് പറയലായിരുന്നു അവനിരുന്ന്, അവിടെ ഇരുന്നായിരുന്നു അവൻ കഴിച്ചോണ്ട്. അത് മാത്രമല്ല, തങ്കച്ചന് വീട്ടിൽ നിന്ന് 1 രൂപ കൊടുത്തു വിടും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു കാജാ വീടി മേടിച്ച് വലിച്ച് സൈഡിൽ ഇങ്ങനെ വീടിയും വലിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ ബീഡിയൊക്കെ പിടിക്കുന്നുണ്ടാ? ബീഡി പിടിക്കുന്നുണ്ടാ? ഇല്ല. ഇനി വാ, റൂമിൽ വാങ്ങിയാ കാണിച്ചു. ചേച്ചി വീക്കൂരി പോകും. അപ്പോ ഇന്ന് നമുക്ക് ആ ഓർമ്മകളൊക്കെ ഒന്ന് നൈവർക്കാം. ഓർമ്മകളില്ലെങ്കിലും ഞങ്ങളും നൈവർക്കട്ടെ, നടക്കാതെ പോയ ഓർമ്മകൾ. ഒരാള് ആദ്യം നമുക്ക് അനുവിന്റെ ടിഫിൻ ബോക്സ് എന്താ നോക്കാം. ഓൾറെഡി വാവയുടെ കണ്ടു. ഓംലെറ്റ് ഉണ്ടായിരുന്നു, മിക്സർ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, കപ്പലുണ്ടായിരുന്നു. ഇതൊക്കെ ചോറ് കഴിക്കുന്നതല്ലല്ലോ, വേറെ എന്തിനു വേണ്ടിട്ടോ സൈഡ് ഡിഷ് പോലെയല്ലേ ഇരിക്കുന്നത് ഇതെല്ലാം. ആ അച്ഛൻ കൈയടിക്കണ നോക്കൂ. ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാ? അവിടെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും? രാവിലെ ചാരായത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അവിടെ ചിരിച്ചും കൈയടിച്ചു. അച്ഛന്റെ പേരെന്താ? രാധാകൃഷ്ണൻ. ഇവിടെ ഇപ്പൊ ഒരു 5 കൈയടി കൂടുതൽ വന്നല്ലോ. ഏത് സ്പോട്ടിൽ അത്രയും കൈയടിക്കാൻ തോന്നിയത്? അച്ചാറും അത് ചോദിക്കേണ്ട രീതിക്ക് ചോദിക്കണം. അത് കണ്ടില്ല, അച്ചാറും മിക്സറും. വീട്ടിലെങ്ങനെ അച്ചാറും മിക്സ്ചറൊക്കെ സ്റ്റോക്ക് ചെയ്യുന്ന ആളാണോ? അല്ലല്ല, അച്ചാറും ഇത്തരം സ്റ്റോക്ക് ചെയ്തില്ലെങ്കിലും ഒരു ഫുൾ ഓർണം സ്റ്റോക്ക് ചെയ്യും. ഇപ്പൊ കിട്ടാറില്ല. അച്ചാറാണ് കിട്ടാനില്ലാത്ത, ഇതാണ് കിട്ടാനില്ലാത്തത്. അല്ലല്ല, അച്ചാറുണ്ട്, കിച്ചാറില്ല. അപ്പൊ നമ്മളും നമ്മുടെ ചോറ്റുപാത്രം ഒന്ന് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ ഓർമ്മയും ഒന്ന് റീകളക്ട് ചെയ്യിപ്പിക്കാം കേട്ടോ. ഇനി നമ്മൾ നേരെ ആര്യനാട് ശൈലി എന്താന്നുള്ളത് നോക്കാം. ചോറും തലക്കറി അല്ലെങ്കിൽ വാലായിരിക്കും. അനു മീനിന്റെ തലയുടെ ഫാനാ? അല്ല, മീനിന്റെ തലയിൽ എന്റെ തലേന്ന് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട തലയിലൊക്കെ ഫാനാ. ആദ്യം എന്റെ തലയിലാ ലക്ഷ്യം. ആദ്യം തോള്, രണ്ടാമത് തല. അനു എനിക്ക് വാല. ചോറും പാലും. നിനക്ക് വാലല്ലേ?
അയിലത്തല, അയിലയുടെ വാല് അളിയനും കൊടുക്കാൻ പാടില്ല എന്ന് വീട്ടില് നല്ല വാലാണെന്ന് തോന്നുന്നു. പാലേന്ന് തുടങ്ങും പിന്നെ തലയിലെത്തും. അനു, അമ്മ പറഞ്ഞോട് തങ്കച്ചേട്ടന് വേണമെങ്കിൽ ഒരു പീസ് കൊടുത്തോളാം. ആ കണ്ണൂര് ഭാഗം ഭയങ്കര അടിപൊളിയാ. അടിപൊളി. എന്തൊക്കെയാ ചോറും പാത്രത്തിൽ എന്തൊക്കെയുണ്ട്? ഞാൻ ഈ ബാക്കിയുള്ള കുട്ടികളുടെ ഒന്നും കൈയിട്ട് വാരി എടുക്കാൻ പറ്റാറില്ല. കിട്ടാത്തോണ്ടാ? ഞാനൊരു വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള എനിക്ക് കൂട്ടുണ്ട്. ഓക്കെ, നോക്കാം. എല്ലാവരും വിചാരിക്കും ഇന്നേറെ വെച്ചാണെന്ന്. ചെവിട് കേൾക്കണം, മിഷീൻ വെച്ചാണ്. അയ്യോടാ, പപ്പടം, പപ്പടം, കാണിച്ചു. ചോറ്. ഇത്തരം രസം കഴിച്ചിട്ടാണോടാ ഒരു രസമില്ലാത്ത ഒരു പരിപാടിക്ക് അല്ല ഒരു രസമില്ലാത്ത ഈ പരിപാടിയിൽ വന്ന് നിൽക്കുന്നത്. ഇനി അതിനെ ഇനി പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കണ്ട. 12 ക്യാമറ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞത്. നല്ല രസത്തിന്റെ മുകളിൽ വെച്ച് പപ്പടം ഇങ്ങനെ തണുത്തുപോയി. പക്ഷെ ആ രസത്തിന്റെ സ്വാദം കൂടെ പരിപാടി കൈപ്പുണ്യുള്ള ഒരു അമ്മച്ചിയുടെ മോനാണ് ഈ ബിനീഷ് ബാസ്റ്റിൻ. ഈ ടീം നമ്മ ചോറാണ്. ചോറ് ചോറും ചോറും ചീരക്കറിയും. മാങ്ങയുടെ ചെറിയ കഷ്ണം ഒന്ന് വായിലെടുത്തിടുവോ? ലക്ഷ്മി, ഇത് മൊത്തത്തിൽ ഒന്നുകൂടെ എടുക്കണം. ഡയറക്ടർ ആക്ഷൻ പറയാൻ മറന്നു ഇന്ന്. ഓ ആ പൊതിയൊന്ന് തുറക്ക്. ഇത് തുറക്കാൻ തന്നെ എന്താണ് ഞാൻ പറയട്ടെ. അവിടെ ഇരുന്നു. ഇത് ഈ തങ്കച്ചന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കുറുക്കാണ്. കുറുക്ക് വെപ്പുമല്ല കൊണ്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. പ്രിൻസിപ്പൽ ഒരു കുട്ടി മാത്രം ഇരിക്കുന്നില്ല. പ്രിൻസിപ്പൽ അത് ബഹുമാനം കൊണ്ടല്ല, ഇരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ഞാൻ ഇതിന്റെ മേൽനോട്ടമാണ്. പുള്ളിക്കാരൻ ഇരുന്നാ വേറെ കുഴപ്പമുണ്ട്. മുമ്പിൽ വെച്ചിരിക്കുന്ന ആഹാരം കാണാൻ പറ്റത്തില്ല. നീ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. നിനക്ക് ചമ്മണം കുട്ടിയിരിക്കാൻ അറിഞ്ഞുകൂടെ? എല്ലാ കണ്ടസ്റ്റൻസും ഈ പരിപാടി എങ്ങാനും നിർത്തിയാൽ എല്ലാവരുടെ അവസ്ഥ ഏതായിരിക്കും? റോഡ് സൈഡിൽ എങ്ങാനും ഇരുന്ന് ഇങ്ങനെ ഭക്ഷണവും കഴിച്ച് അപ്പൊ എല്ലാവരും ഒരുമിച്ച് കൂടെ വേണേ. ഓക്കെ, അപ്പൊ തങ്കച്ചൻ ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ചോറ്, കൊണ്ടാട്ടമുളക്, ഒരു ഓംലെറ്റ് ഇങ്ങനെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല മീൻ വറുത്തതും ഉണ്ട് കേട്ടോ. എന്തായാലും തങ്കൂന് അങ്ങനെ സെൽഫിഷ്നെസ് ഒന്നുമില്ല. സാധാരണ ആൾക്കാർ ചോറിന്റെ അടിയിൽ വെക്കൂട്ടോ ഈ മീൻ വറുത്തത്. സെൽഫിഷ്നെസ് ഇല്ല, പക്ഷെ അകത്ത് ഒരു ഫിഷ് ഉണ്ട്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ ഉച്ചയ്ക്കോ രാത്രി എപ്പോഴെങ്കിലും ഇങ്ങനെ ചമ്പരം പടിഞ്ഞിരുന്ന് വീട്ടിലിരുന്ന് ചോറുണ്ടണവരുണ്ടോ? 1 2 3 4. ഓ, അടിപൊളി, വെരി ഗുഡ്. ഞാനുണ്ട്. ഞാൻ താഴെ ഇരുന്നാ കഴിക്കുന്നത്. താഴെ ഇരുന്ന് കഴിക്കാം. എനിക്ക് തര പാർട്ടി എന്നാണ് പേര്. എന്താ തര പാർട്ടി? ഞാൻ എന്നുവെച്ചാ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാനൊന്നും സുരേഷ് ഏട്ടൻ കാണൂല. വീട്ടിലാരും. ഞാൻ എന്റെ കൂടെ നിൽക്കുന്നവരുടെ പേര് തങ്കമണിയാണ്. തങ്കമണി. അപ്പൊ തങ്കമണി എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ഉണ്ണാൻ നേരത്തേക്ക് ഞാനും തങ്കമണിയും കൂടെ ഇരുന്ന് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ കഴിക്കും. എന്റെ ഏറ്റവും ഇഷ്ടം പുളിശ്ശേരിയാണോ, സാമ്പാറാണോ, രസാണോ? രസം. ഓക്കെ. ഈ ബിനീഷ് ബാസിന് ചെമ്പരത്തിപ്പൂ കൊണ്ട് തോരണ്ടാക്കി കൊടുക്കും. അനുവിന്റെ വീട്ടിൽ ഒരു രസം ഉണ്ടാക്കും. ഡിഷിൽ കരിപ്പട്ടിയിട്ട് പട്ട, ബാറ്ററി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് അതിനെ ഒരു കുപ്പിയിലേക്ക് ഒരു ഓസ് വഴി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു രസമുണ്ട്. പ്രത്യേക ഒരു രസമാണ് അത്. അവർ മാത്രമേ അത് ഉണ്ടാക്കുള്ളത്. അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എക്സൈസുകാരാണ്. കഴിഞ്ഞ ദിവസം ഉല്ലാസേട്ടൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയി. ചമ്പരപ്പടി ഇട്ട് കഴിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പക്ഷെ കഴിക്കാതെ പോന്നു. സാധനം താഴെ വെച്ചു. ശരിക്കും വളയാതെ എത്തുന്നില്ല, ഇങ്ങനെ അതിലേക്ക് എത്തുന്നില്ല. കുഴപ്പമുണ്ട്. എവിടെ ചമ്പരപ്പടി ഇട്ടിരുന്നേ ഒന്ന് കാണണോ? അല്ല, ഉല്ലാസ് ഇത് ഒറിജിനൽ വയറാണോ അതോ വച്ച് കെട്ടിയിരിക്കുകയാണോ? ഞാനിത് ചുമ്മാ ഈ എപ്പിസോഡ് ഗുമ്മിന് വേണ്ടി വയറുകാക്കി വരുന്നത്. ചേച്ചി ഷർട്ട് ഊരി കഴിഞ്ഞാൽ കടം വായിച്ചിരിക്കുന്ന ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ശരി, നമ്മളെ ഇനി നേരെ അറ്റത്തേക്ക് പോവാണ്. എനിക്ക് എപ്പോഴും പെരുന്നാളാണെങ്കിലും നബിദിനാണെങ്കിലും എന്റെ അപ്പുറത്തുള്ള എന്റെ നെയ്ബേഴ്സ് എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കാറുണ്ട്. അവരുടെ നെയ്ച്ചോറും ബീഫും എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സ്വാദാ. അല്ലാതെ മണം അടിക്കുമ്പോ അവിടെ കിടന്ന് കറങ്ങുന്നതല്ല. അപ്പൊ അജുംഷയുടെ എനിക്കൊരു നെയ്ച്ചോറാണോ എന്ന് കൊണ്ടുവന്നിട്ടുള്ള? എന്താ കൊണ്ടുവന്നിട്ടുള്ളേ? നല്ല ചൂട് ചോറും മീനച്ചാറും. ഓ, മീനിച്ചലാറോ? അതാണ് കോട്ടയത്തല്ലേടാ? അവിടെ എന്റെ സ്ഥലം. ഭയങ്കര ബേസ്. ആരെങ്കിലും കിളിമീൻ കൊണ്ടുവന്നിട്ടുണ്ടോ? കിളി പോയവൻ പല ഇടത് സൈഡിൽ ഇരിപ്പുണ്ട്. ഇവിടെ ഒരാളുടെ പൊതിയില് വെറൈറ്റി ഫുഡാണ്. അത് തന്നെ ഐശ്വര്യയുടെയും ഐശ്വര്യയുടെ കാര്യം പറയാനാണ് വന്നത്. ഇതില് രക്തവും ഞരമ്പുകളും ഒക്കെയാണ്. അത് കള്ളിയങ്കാട്ട് നീലയുടെ ഫുഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടം. ഇടത് സൈഡിൽ ഇരിപ്പുണ്ട് കൂർക്ക മെഴുക്ക് വരട്ടി. ഇവിടെ പുള്ളി കൂർക്കയായിട്ട് ഒരു പ്രാവശ്യം വന്നു. ഇവിടെ ഒരു പ്രാവശ്യം കൂർക്കയായിട്ട് വന്നു. അത് മെഴുകിയിട്ട് അവിടെ നിന്ന് പോയത്. ഇനി ഞാൻ കൂർക്ക മെഴുക്ക് വരട്ടി കാണുമ്പോഴെല്ലാം തങ്കച്ചനെയോ എന്റെ തങ്കമണി എന്ന് പറഞ്ഞില്ലേ,
തങ്കമണി പ്രത്യേകം എന്നോട് പറഞ്ഞയച്ചതാണ് ഈ ഷോയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പം അവര് തങ്കച്ചന്റെ ഭയങ്കര ഫാനാണ്. തങ്കമണിയുടെ കല്യാണം കഴിഞ്ഞതാണോ? കല്യാണമൊക്കെ കഴിഞ്ഞു. തങ്കച്ച അതും പോയടാ. അതുകൊണ്ട് തങ്കമണി എടുത്ത ഒരു ഇത് പറയണേ. ഒരേ പ്രായക്കാർ തമ്മിലുള്ളൊരു ഇഷ്ടം. തങ്കമണി, ഹായ് തങ്കമണി. തങ്കമണി ചേച്ചി. ചേച്ചി ഒന്നല്ല, ചേച്ചിയല്ല, 3 ആമ്പിള്ളേരുണ്ട്, പേരക്കുട്ടികളൊക്കെ ഉണ്ട്. തങ്കച്ചനുണ്ട് 3 പേര്, പക്ഷെ ആൾക്കാർക്ക് അറിയില്ലെന്നുള്ളൂ. ഇവന്റെ 20ാമത്തെ വയസ്സിൽ കെട്ടിയായിരുന്നു ഇവനിപ്പോ 10 പിള്ളേരുണ്ടായനെ. അത് എന്റെ സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അധികാരത്തിൽ കൈ അതീന്ന് മാറ്റണ്ടല്ലോ. അതിന്റെ ഉള്ളിൽ എന്താന്ന് ഞങ്ങൾക്ക് അതിനകത്ത് ഒന്നും കാണില്ല. നോക്കിക്കോ, വെറൈറ്റിയാണ് കൊണ്ടാട്ടം. പട്ടിണിയും പരിവട്ടം ആണ് ഇപ്പൊ വീട്ടില്. ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? ചിക്കൻ കറി. കിഴങ്ങ. ഉല്ലാസ്, ഞാൻ നേരത്തെ പറഞ്ഞത് അത് കാലിടപ്പയാണെന്ന്. ചേട്ടൻ ചോറ് കൊണ്ടുവന്നാണോ അതോ പാത്ര കച്ചവടത്തിന് വന്നാണോ? എനിക്കും അതാണ് സംശയം. ഇതണ്ട ചേട്ടനെ പോലെ തന്നെയല്ലേ, കാലിയാണല്ലേ ഫുള്ള്. ഇതെന്താന്ന് പറയാം? ചിക്കൻ കറി. ഒന്നുമില്ല. പപ്പടം ഭൂരി. അത് പപ്പടാണ്. അല്ല, അവരെ തെറ്റിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. മഹാപാപികൾ. എന്താണ്? എന്താ ആർട്ടിന് ബഡ്ജറ്റ് ഇല്ലെന്നും പറഞ്ഞ് എന്നോട് ഈ പാചകം ചെയ്യാവോ? ഒന്ന് ക്യാമറ എന്താണത്? നിങ്ങൾ നോക്കിയ ഈ മുളകും ഈ പപ്പടവും കൂട്ടി ഞാൻ ഇത് കഴിക്കണം. എല്ലാവർക്കും കൊടുത്തു വന്നപ്പോഴത്തേക്ക് ഇത്രയും ബാക്കി വന്നു. അതൊരു പാത്രത്തിലാക്കി വലിയൊരു പൊതിയിൽ തന്നു. ഒരു പച്ചമുളക് കൂട്ടി ഒരു ഫുള്ളടിക്കാനും കുഴപ്പമില്ല. നിങ്ങൾ എന്റെ ചോറ് നോക്കി ഇരിക്കാതെ എപ്പിസോഡിന് റേറ്റിംഗ് കേട്ടാൻ നോക്ക്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ തങ്കച്ചന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ടാണോ ഈ പരിപാടി നടത്തണേ? ഒരു സെക്കൻഡ്, മേനക ചേച്ചിക്ക് കൊതി വന്നിട്ട് നമ്മുടെ ഈ ചമ്മന്തിപ്പൊടി കൂട്ടി ഒരു ഉരുള ചോറുണ്ടെന്ന് പറഞ്ഞു. പൊതിച്ചോറ് നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ തുറക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിച്ചോട്ട് നമുക്ക് തുടങ്ങാം. നിങ്ങൾ ഇത്ര സുഭിക്ഷമായിട്ട് കഴിച്ചോണ്ടിരിപ്പുണ്ട്. ഒരു മനുഷ്യൻ പട്ടിണി കിടക്കാണാമ്പള്ളേ, കഴിക്കാനാവതില്ലാതെ. എനിക്ക് മേനക ചേച്ചി ഇത് കഴിഞ്ഞ ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നുണ്ട്. നിന്നൊക്കെ വാറ്റി തന്നില്ലേ, ടീറ്റി എടുക്കാൻ കൊണ്ടുപോകണം. തങ്കച്ചിന് ഈ എപ്പിസോഡിലൊരു അക്ഷരം മിണ്ടുകയല്ല. ചോറിന്റെ കൂടെ 2 പല്ലിറങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? അനു ഇതിൽ നല്ല വിട്ട് ഭക്ഷണത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. തങ്കച്ചന്റെ ഇനി അവസാനത്തെ പൊതിച്ചോറ് വരെയും അവൾ എനിക്ക് അടിച്ചോണ്ടേ പോകുന്നുണ്ട്. പ്രിയരെ, തങ്കച്ചന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്ന വിഭവസമുദ്രമായ സദ്യ കഴിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ടാണ്. എല്ലാവരോടും പറയാനുള്ളതേ, ഇപ്പം എല്ലാ വീടുകളിലും സമയത്തിന്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ടുണ്ട്. ആരും തമ്മിൽ കാണില്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലും ഈവൻ നിങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വരെ. പക്ഷേ ആ പണ്ടത്തെ ശൈലി ജസ്റ്റ് ഇന്നൊരു ദിവസമെങ്കിലും ഇത് കണ്ടിട്ട് നിങ്ങൾക്കൊന്ന് അനുകരിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം. അപ്പോ ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ചിരിക്കും. ഇന്നത്തെ ഷോ തറയിലിരുന്ന് കഴിച്ചോണ്ട് നിങ്ങൾ ഈ ഷോ കാണുക. അതെ, അപ്പൊ ഒരുപാട് സന്തോഷം. തൊട്ടടുത്തിരുന്ന് മേനക ചേച്ചിയുടെ കൈകൊണ്ട് ഒരു ഉരുള ചോറ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. സോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഫീലിംഗ് വെരി ഗ്രേറ്റ്ഫുൾ. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വൺസ് അഗൈൻ വെൽക്കം ഓൾ ഓഫ് യു. ഇത് സ്റ്റാർ മാജിക്. ഇനി പവർ കൂടാണ്. സ്റ്റാർ മാജിക്കില് ഇവര് പറഞ്ഞു ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഗെയിം കൊടുക്കണമെന്ന്. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ബോഡി ഒന്നും ഇങ്ങനെ ഒരു തരി പോലും മനം കണ്ടാത്ത വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗെയിം. സ്റ്റാർ മാജിക്കില് നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് സുട്ടാ കുട്ടാ. ഇത് സുട്ടാ കുട്ട എന്ന് പറഞ്ഞ ഒരു ഗെയിം എങ്ങനെയാ കളിക്കണ്ടെന്നുണ്ടെങ്കിൽ, കുട്ടന്മാര് വന്നിട്ട് സുട്ടന്റെ ഉള്ളിൽ കയറിയിട്ട് വേണം ഇത് കളിക്കാൻ. അപ്പോ ഈ ടീമിൽ നിന്ന് ഒരാള് വരുന്നു, വന്നിട്ട് ഇവിടെ നിൽക്കുന്നു. ഓക്കെ, ആ ആള് ബോള് ഇട്ട് കൊടുക്കാനാണ്. ഇവിടെ നിൽക്കുന്ന ആള് ഈ ബോള് ജസ്റ്റ് എന്ത് ചെയ്യണം, ഇങ്ങനെ കൈ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് തട്ടണം. ആൻഡ് ഇതിൻ്റെ ഉള്ളില് സുട്ടന്റെ ഉള്ളിലുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിലെ ശത്രുവായിരിക്കും. ഇവര് എന്ത് ചെയ്യുന്നറിയോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സീസോ പോലെ ആടിയിട്ട് ഈ ബോളിനെ ഉള്ളിലേക്ക് ഇൻടേക്ക് ചെയ്യരുത്. മാക്സിമം അതെങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ഏറ്റവും കൂടുതൽ ബോള് സുട്ടന്റെ ഉള്ളിൽ ഇടുന്ന ടീമായിരിക്കും ജയിക്കുക. ബോൾ അവോയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബിനീഷിനെ നമ്മൾ അവോയ്ഡ്
ചെയ്യുന്ന പോലാണോ? ഓള് ശരിക്കും ഇവിടെയാണ്, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സുട്ടനും കുട്ടനും ഇവിടെ റെഡിയാണ് സുട്ടാ കുട്ട കളിക്കാനായിട്ട്. എന്ത് രസമുള്ള ചക്കര പേരുകളാണല്ലേ. അപ്പോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ മൂവിംഗ് ഓൺ ടു ദി ഗെയിം. സുട്ടാ കുട്ട, കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. വെരി ഗുഡ്. സുമ ഓപ്പോസിറ്റ് ടീമാണ്, അനുവും ഓപ്പോസിറ്റ് ടീമാണ്. ഓഹോ, ഓ ജസ്മിസ് ടീം. നോ ചാൻസ്. ഞാനിത് അനക്കാണ്ട് വെച്ചാ മതിയോ ടീമേ? ടീമേ ഉന്നം ചെയ്യൂ, ഉന്നം വെക്കൂ. ഓ വെരി ഗുഡ്. 1 point. Good job. തങ്കു ചാടിക്ക. ആ വീണു. Oh, 3 points. അയ്യോ. Time is over. അങ്ങനെ സുട്ട കുട്ട ഗെയിമില് ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ അവിടെ ടോട്ടൽ എത്ര ബോൾ വീണു? 1, 2, 3, 4, 5, 6, 7. ഗുഡ് ജോബ് തങ്കു. ഇവർ 7 എന്ന് പറഞ്ഞാലും ഇതിൽ മൈനസും കൂടെ നമ്മൾ കുറച്ചിട്ട് ടോട്ടൽ 5 പോയിന്റ്സ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്. കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ വേരിയേഷൻസ് ഉണ്ടാവും. ആൻഡ് ഇവിടെ 3 എണ്ണമാണ് ഇവരുടെ ടോട്ടൽ പോയിന്റ്. അല്ല, 2 എണ്ണേ ഉള്ളൂ. ഒരെണ്ണം ഇങ്ങനെ തട്ടി, ഒരെണ്ണം തങ്കു അടിച്ചത് ഒരെണ്ണം വീണതാണ് ഇവിടെ. ഓപ്പോസിറ്റ് ടീം ഇങ്ങോട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടേക്കുള്ള ഒരു പോയിന്റ് ആണ്. സോ ഓൾ ടോട്ടൽ 5-3 ആണ് പോയിന്റ്. അത് പറഞ്ഞ നന്നായി. 5-3 അല്ലേ? 5-3. ഇപ്പൊ കളിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കാം. ബാക്കിയുള്ള 3 പേർ ഫ്രഷ് 3 പേർ ഇറങ്ങണം. വാശിയേറിയ മത്സരത്തിലേക്ക് പോവാണ്. ഇപ്പൊ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തങ്കുവിന്റെ ടീമാണ്. സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോ സുട്ട കുട്ട എങ്ങനെ വരും? കുട്ടനാണോ സുട്ടനാണോ ഏറ്റവും ബെസ്റ്റ്? നമുക്ക് നോക്കാം. സോ സെക്കൻഡ് റൗണ്ട് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. പതുക്കെ. Oh, just miss. Come on, Srividya. Very good. ചിലക്ക നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കോ, എന്നെ ആരും ശല്യം ചെയ്യാൻ പറ്റില്ല. ചിലങ്കാന്ന് പേരിടും, ചിലങ്കയുടെ യാതൊരുവിധ സ്വഭാവം കാണിക്കില്ലാതെ. ബിനീഷ ബോൾ പറക്കടാ. അവരെ ജയിപ്പിക്കാനാണ് നിന്നെ ഇറക്കി വിട്ടത്. ഞാൻ എന്തിനെ നേരത്തെ ജയിപ്പിച്ചത് ഇതിനേക്കാ. ഓക്കെ, ഓക്കെ. ഇനി ബോൾ എടുത്തിട്ടും കാര്യം. ഓക്കെ, ഗെയിം ഈസ് ഓവർ. ജിഷൻ ചേട്ടാ വെൽ പ്ലേഡ്. നോക്കാം. അതായത് തങ്കുവിന്റെ ടീം ടോട്ടൽ സ്കോർ ചെയ്തത് ശരിക്കും സൂപ്പർ ആയിട്ട് ഇവർ സ്കോർ ചെയ്തെന്ന് വേണം പറയാനായിട്ട്. തങ്കുവിനെ അഭിമാനിക്കാം. തങ്കുവിന്റെ ടീം മെമ്പേഴ്സിനെ കുറിച്ച് ടോട്ടൽ അവർ സ്കോർ ചെയ്തത് 2 പോയിന്റ് ആണ്. വീണല്ലോ.
രണ്ടും കൂടി ഫോളോ ആക്കി രണ്ടും കൂടെ എടുത്ത് അവർക്ക് കൊടുക്കും. ഞങ്ങൾക്ക് വേണ്ട. ശരി, അപ്പൊ ടോട്ടൽ 10 പോയിന്റ് ഇവിടെയാണെങ്കിൽ 2 പോയിന്റ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഗുഡ് ജോബ്. ഇത് എങ്ങനെ പറ്റണത്? അടിപൊളിയായിട്ടാ അടിപൊളിയായിരുന്നു. അടിപൊളിയായിട്ടോ പിക്കറ്റൊക്കെ വാശിയേറിയ മത്സരമാണ്. ഫൈനൽ റിസൾട്ട് ഇതാ ഈ റൗണ്ടും കൂടെ കഴിഞ്ഞാൽ വരൂ കേട്ടോ. ഉല്ലാസേട്ടാ, കമോൺ. അജും ഷാ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. കണ്ടിട്ടാതെ കിഷൻ ചേട്ടൻ തല വെച്ച് തട്ടിത്തെറിപ്പിക്കുന്നുണ്ട്, അത് ഫൗളാ. തിലക്കൊക്കെ ശബ്ദം തിരിച്ചിട്ട് തല വെച്ച് തട്ടിത്തെറിപ്പിക്കുന്നത് ഫൗളാ. ഇല്ലില്ല, അങ്ങനെ രണ്ടെണ്ണം തെറിപ്പിച്ചു. 2 ഇടാം, ഉള്ളിലേക്ക് ഇടാം. തല വെച്ച് തട്ടി പുറത്തു പോയില്ല. മരുന്നിന്റെ അസുഖത്തില നീയല്ലേ അവൻ തല വെച്ചിട്ട് കളയാന്ന്. അത് ഞങ്ങൾ എടുത്തിട്ടോ. ഗുഡ് ജോബ് ഉല്ലാസേട്ടാ. ഇട Yes. Yes! അപ്പുറത്തോടെ പോവില്ല. അപ്പുറത്തോടെ പോവില്ല. ഫൈനൽ റൗണ്ട്. ഉല്ലാസേട്ടന്റെ ടീം ടോട്ടൽ സ്കോർ 13 പോയിന്റ്സ് ആണ്. ഗുഡ് ജോബ് ഉല്ലാസേട്ടാ. ആൻഡ് ഇവിടെ ടോട്ടൽ പോയിന്റ്സ് നിങ്ങൾക്ക് എത്ര കിട്ടിയേ? 11 പോയിന്റ്സ് ആണ് ടോട്ടൽ ഇവരുടെ ടീമിനുള്ളത്. സോ ദാറ്റ് മീൻസ് ഇവിടെ 13 ആൻഡ് ഇവിടെ 11. ഈ ഒരു ഗെയിം കഴിയുമ്പോ ടോട്ടൽ 26 പോയിന്റ്സോട് കൂടി യെസ് ഏത് ടീമാണ് ജയിച്ചിട്ടുള്ളത്? കൺഗ്രാറ്റുലേഷൻസ് ടു ഉല്ലാസ് പന്തളം ആൻഡ് ടീം. കള്ളക്കളി കാട്ടുകള. എന്തായാലും ഉല്ലാസേട്ടന് ഒരു വലിയ കൈഡ ഉണ്ട് കേട്ടോ. ചെറിയ എഫേർട്ട് അല്ല ഉല്ലാസേട്ടൻ്റെ അടുത്ത്, നല്ല എഫേർട്ടായിരുന്നു. ഒട്ടാങ്ങിന്റെ കൂടെ ഓരോ ഫോട്ടോ എടുത്തോളൂ. ശരി, അപ്പൊ സ്റ്റാർ മാജിക്കില് ഇന്നത്തെ എപ്പിസോഡിൽ ചാട്ടടിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ എടുത്തു പറഞ്ഞോട്ടെ ഗൈസ്, ജയിച്ചിട്ടുള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ സ്വന്തം ഉല്ലാസ് പന്തളം ആന്റി. അപ്പോ ഉല്ലാസേട്ടനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കിട്ടുന്നേട്ടൻ എന്നെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കിട്ടു ഓടിപ്പോരെ. കിട്ടുന്നേട്ടൻ എന്താ രാത്രി കഴിച്ചേ? രാത്രി അവലോസുണ്ട. ഒരു പൈന്റും 2 കോഴിമുട്ടയും കഴിച്ചു വന്നിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്. അവന്റെ ഒരു ഹാസ്യം. ഭയങ്കര മണം. കിട്ടുണ്ടേട്ടന്റെ നാട് എവിടെയാണ്? നിനക്ക് നാക്കൊക്കെ ഉണ്ടാടേ. അനു പറയായിരുന്നേ കിട്ടുണ്ടേട്ടൻ വരുമ്പോ നമുക്കൊന്നും പറയണ്ട, ചമ്മിച്ചിട്ട് വിടാം എന്നൊക്കെ പറയുന്നത്. ഇത് എന്താണ് കിട്ടുണ്ടേട്ടന് മറുപടി പറയാനുള്ളത്? അവളോട് എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയുടെ ഡയലോഗാണ്. നിന്റെ തന്ത അല്ല എന്റെ തന്ത. ഐഡിയ ബിനീഷിന്റെ ആയിരുന്നു, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അവരുടെ അവിടെ നിന്നും പോയി. നിനക്ക് ഒരു അറുമ്പാതവും ഇല്ലല്ലോ അനിയ. ചേട്ടാ ഞങ്ങളുടെ ജയത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഉല്ലാസേ നീ കേറി വരുന്നുണ്ട്. ചേട്ടാ ഇവിടെ നിന്ന് പുഴുത്ത സാധനങ്ങളൊക്കെ ഒരു ചാക്കി കയറ്റി തന്നാ കൊണ്ടുപോക്കോളൂ. ഇല്ല
നിങ്ങളോടൊപ്പം ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരും. നിങ്ങൾ വലിയ മനുഷ്യരാണ്. അതെ അതെ അതെ, ഞാൻ വലിയ മനുഷ്യരാണ്. ശരി, എന്തായാലും കിട്ടുന്നേട്ടാ ആ സമ്മാനം മുല്ലാസേട്ടന്റെ ടീമിലുള്ളത് ഒന്ന് തന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവും. കിട്ടുണ്ടി ചേട്ടാ, കിട്ടുണ്ടി ചേട്ടാ, ഇവിടെ ആർക്കും മധുരം വേണ്ട, എല്ലാവർക്കും ഷുഗറാണ്. മധുരം ഇല്ലാത്തത് മതിയോ കിട്ടുണ്ടി ചേട്ടാ? മധുരമില്ലാത്ത സാധനം. അല്ല, അവന് മധുരമില്ലാത്തത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് കിട്ടുന്നേട്ടാ. അവൻ തോറ്റ ടീമാണ്. കിട്ടുണ്ണേട്ടാ, ഇവിടെ പെമ്പിള്ളേരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇനി വരുമ്പോ തുണി എടുത്തോണ്ട് വരണം. അല്ല, എവിടെ നോട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി കിട്ടുന്നേട്ടാ, താഴെ ഇറങ്ങി വരും ഇന്നത്തെ സമ്മാനം കൊടുക്കാൻ. പതുക്കെ വരാം. പതുക്കെ മതി, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. കിട്ടുണ്ടേട്ടാ, ഉല്ലാസേ, അങ്ങയുടെ കക്ഷത്ത് പരുവല്ലോ ആണോ എപ്പോഴും കൈ ഇങ്ങനെ വെച്ചോണ്ട് നടക്കാൻ? തീരെ തരക്കേടില്ലാത്ത ഒരു ഹാസ്യമാണ്. കിട്ടുന്നേട്ടാ, ഒന്ന് ചിരിക്കുന്നേ. ആ ചിരി കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഉറക്കം വരില്ല. ഈ ചിരി ഇടുന്ന ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്, അതാണ് ചിരി ഇല്ലാത്തത്. സ്വർണ്ണ ജട്ടിയൊക്കെയാണ്. കിട്ടുണ്ടി ചേട്ടാ, കിട്ടുണ്ടി ചേട്ടാ എപ്പോഴും സഞ്ചിയായിട്ട് വരുന്നല്ലേ, റേഷൻ കടയിൽ നിന്ന് വരുന്ന വരവാണ്. നല്ല കോമഡിയാണ്. അതാണ് നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടി കിടക്കുന്നത്. താങ്ക് യു. ഈ നമുക്ക് തരുന്ന ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ഉടുപ്പില്ലാതെ വന്ന് നിൽക്കുന്നതിന് എന്ത് പറയണം നമുക്ക്? എടാ, ഒരു ഉടുപ്പില്ലാതെ നീ ഇവിടെ നിൽക്കല്ലേ? അതിന്റെ എടാ, നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോടാ പണ്ട് ഈ ഷോയില്, നവീൻ. അവന്റെ വിവരം വല്ല ഉണ്ടാണ്? ഞാൻ പറയാ, കിട്ടുണ്ണിയായിട്ട് ചോദിച്ചായിരുന്നു നവീനെന്ന്. അങ്ങനെ എത്ര എത്ര കിഴങ്ങുകളല്ലേ ഈ പരിപാടിയിൽ. അയ്യോ, ഈ നവീൻ ഇപ്പൊ മസിൽ കച്ചവടാന്ന് പറഞ്ഞു കേട്ടു. കിട്ടുന്നേട്ടാ, ലക്ഷ്മി കൊടുക്കട്ടെ. കൊടുത്തോ, ഒഴിക്കട്ടെ. കിട്ടുണ്ണേട്ടാ, ഇനി പൊക്കോ, നീ നിക്കണ്ട, പൊക്കോ. മക്കളെ, നിന്റെ അച്ഛൻ സതീശന് സുഖം തന്നെ? ഇതുവരെ സുഖം. എന്തിനേ കൂട്ടത്? എന്തോ പൊക്കോ. ഒരു സുഖം കെട്ട് തലയ്ക്ക് പിടിക്കണവരേ ഉള്ളൂ. ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്, ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അടിച്ചു മാറ്റുന്നത് തന്നെ കിട്ടുന്നുണ്ട്. ഈ നമുക്ക് തന്ന ഗോൾഡ് ഈ മനുഷ്യൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി. മക്കളെ, അവന് കൂടെ നിന്റെ എന്തുമാത്രം നീ അവന്റെ പൈസ ഊറ്റി. കിട്ടുണ്ടി ചേട്ടാ, അനു ചോദിക്കണേ, കിട്ടുണ്ടി ചേട്ടനെ ലൂട്ടാപ്പിഴ ആരെങ്കിലും ആണെന്ന്. ലുട്ടാപ്പിയുടെ കുഞ്ഞമ്മേരെ മാപ്പിളയാണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പോകുന്നു. ബൈ ബൈ. ഭയങ്കര ചിട്ടക്കാരനാ. കിട്ടുണ്ണേട്ടാ, ഉമ്മ. അയ്യോ, പോകാൻ തോന്നലായിരിക്കും. അല്ല, കിട്ടുണ്ടി ചേട്ടൻ ഹിന്ദിക്കാരനാണോ? അങ്ങനെ പറഞ്ഞത്? എന്റെ അനു ബായ് ബായ് എന്ന് വിളിക്കാൻ. ചേട്ടാ, ബാലൻസ് എന്തോരുണ്ട് ബാക്കി? ബാലൻസ് ഒന്നുമില്ലടേ. കിട്ടുണ്ണേട്ടാ, എനിക്ക് ഉമ്മ തന്നില്ല തിരിച്ച്. ഞാൻ തങ്കത്തിന് കൊടുത്തേക്കാം, നീ തങ്കത്തെ മേടിച്ചോ. എനിക്ക് വേണ്ട. പാവല്ലേടി, വേണ്ട. അവനും കാണൂലേ ഒരു ഗിരിഗിരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി, അപ്പോ സ്റ്റാർ മാജിക്കില് ഇനി പണിഷ്മെന്റ് സെഷനിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്റ്റാർ മാജിക്കിൽ എപ്പോഴും വെറൈറ്റീസ് അല്ലേ. അത് കാരണം ഇന്ന് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചാട്ടയല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒരു ടാസ്ക് ആട്ടാ നിങ്ങൾക്ക്. ഇത് മൊത്തം ഓപ്പോസിറ്റ് ടീമിന്, അതായത് ജയിച്ച ടീമിന് തോറ്റ ടീമിനോടുള്ള ഇഷ്ടമാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അതൊരു ടാസ്ക് രൂപേണ ബ്രാക്കറ്റിൽ പണിഷ്മെന്റ് ടാസ്ക് രൂപേണ നിങ്ങൾക്ക് തരികയാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് എല്ലാം വൺവീൽ ഇത് തുറന്നു കാണിക്കാൻ പോവാണ്. ഇവര് കണ്ടിട്ടില്ല. റെഡി? 1 2 3. വാവ്. And the next one. ഇത് ഞങ്ങൾക്കുള്ള പണിഷ്മെന്റ് ആണോ അതോ അവർക്കുള്ള പണിഷ്മെന്റോ? Wow. And the next one. Wow. Super. Next one. Wow. And the final one. ഇപ്പഴേ wow പറഞ്ഞോ? Wow. Oh my god. അപ്പൊ 1 2 3 4 5 ടാസ്ക് ഉണ്ട്. ജിഷൻ ചേട്ടൻ വരൂ. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ജിഷൻ ചേട്ടന് ലൈക്ക് തൊടാം. ഇത് മതിയാ? എല്ലാം താ ചേട്ടാ. ഇത് മതിയാ? എല്ലാം ഞങ്ങൾക്ക് എല്ലാം വേണം. ഞങ്ങൾക്ക് എല്ലാം വേണം. എല്ലാം വേണം ഞങ്ങൾക്ക്. ഇത് ഈ സമയത്ത് ചെയ്യാന്നുള്ളത് തന്നെ വലിയ ആദ്യത്തിലാലോ. വേണ്ട. എടാ അജുംഷ, എന്നാ പിന്നെ ആദ്യത്തെ തന്നെ ആയിക്കോട്ടെ. എന്തായാലും ഓക്കെ, ശരി. യെസ്.
Yes. അപ്പൊ സുറുമ ഇടുക. ഓക്കെ, നല്ല സുറുമ. അതാണ് ഇവരുടെ കയ്യിൽ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒന്നും ഇത് ചോദിക്കാൻ ഇടാൻ അറിയാവുന്ന ഒരാളെ പുറകെ നിർത്താം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ സുറുമ ഇത് അവരുടെ കയ്യില് ലൈക്ക് നമ്മളൊരു സ്റ്റിക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവരുടെ കണ്ണ് തുറക്കുക, ആ സുറുമയിലേക്ക് ആ ഒരു സ്റ്റിക്ക് ഇടുക, എന്നിട്ട് ഇങ്ങനെ കണ്ണ് പിടിച്ചിട്ട് വലിച്ചങ്ങട് എഴുതി ഈ കൊടുക്കുക. ടാസ്ക് ഒക്കെ നമുക്കായി പോയി. കണ്ണിന് നല്ല കുളിർമയായിരിക്കും. സ്റ്റാർട്ട്. പുറത്തോട്ട് ഇങ്ങനെ പൊക്കോളൂ. ഇങ്ങോട്ട് തുറക്ക്, കണ്ണു തുറക്ക്. ഈ കൈ കൊണ്ട് ഇങ്ങനെ വിടണം വിടാൻ. കണ്ണോട്ടല്ലേ ആ ഇവിടെ തീർക്കൂ. കണ്ണ് തുറന്നിട്ടില്ല. കണ്ണു തുറക്ക്, എന്നാലല്ലേ ഇത് എഴുതാൻ. തുറക്കാൻ പറ്റില്ല. വഴിച്ചോള് ചെലക കൈമാറ്റൂ. സുമേ നോക്കട്ടെ, കണ്ണൂർക്കൂ. കണ്ണ് തുറക്കാൻ പറ്റില്ല. കണ്ണു തുറക്ക്, എന്നാലല്ലേ ഇത് എഴുതാൻ. ഞാൻ നാളെ രാവിലെ കണ്ണു തുറക്കുന്നുള്ളൂ. എങ്ങനെയുണ്ട്? ദേവി 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 കണ്ണ് തുറക്കണം. കണ്ണ് തുറന്നിട്ട് എഴുതും. നീ കൂടുതലാണ് ഇട്ടത്. ഇത് സുറുമയാണോ അതോ മുളക് പൊടിയാണോ? ഓ സൂപ്പർ. ശരിക്കും ഇവിടെ കാണുമ്പോഴേ ഈ കൊരങ്ങന്റെ കയ്യില് പൂമാല കിട്ടിയത് അതിങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയാണത്. ഞാൻ ഈ സുറുമനെ കണ്ടിട്ടില്ല, ഒന്നിനെയും കണ്ടിട്ടില്ല. എടാ അത് സുറുമയാണോ വെടിമരുന്നാണോ? പാവം എന്റെ ചേട്ടനെ ഞാൻ കൊണ്ടുപോവാണ്. തോമസ് സാറ് പാവ. തോമസ് സാറ് പാവ. തോമസ് സാറ് പാവ. തോമസ് സാറ് പാവ. പക്ഷെ നീ പാവമല്ല, നീ എത്ര പാവമൊന്നും അല്ല. തങ്കച്ചൻ ഒന്നാമത് പകല് കണ്ണ് കാണൂല. ഇപ്പൊ മുഴുവനും എങ്ങനെ പോകുന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭവം തരണം കേട്ടാ. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും തരണം. ഞങ്ങൾക്ക് തരണേ. എനിക്ക് അത് ഞാൻ ഇതിലല്ല, ഞാൻ തവി കോരി ഒഴിക്കട്ടെ. ഇത് ഞാൻ പറയാം, ഇതിന് ഞങ്ങൾ തിരിച്ചു തന്നില്ലെങ്കിൽ തിരിച്ചു തരണ്ടല്ലോ, ഞങ്ങളുടെ ഉണ്ട്. ഫ്രണ്ട്സിൽ ക്ലൈമാക്സിൽ ജയറാമിരിക്കുമ്പോൾ ഇരിക്കുന്നത്. ജയിച്ച ടീമിന് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? സുറുമ എഴുതി കൊടുത്ത ടീമിന് നല്ല എക്സ്പീരിയൻസ്. നല്ല എക്സ്പീരിയൻസ്. ഇത് ഒരു അടിപൊളി. ഇനി സുറുമ എഴുതിയിരിക്കുന്ന എല്ലാവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എനിക്കൊരു ആഗ്രഹമുണ്ട്. നല്ലതാണ്. ഈ സുറുമ എഴുതിയ ചിലങ്ക ഇവിടെ വന്നിട്ട് Dance ചെയ്യണം. ഒരു ഡാൻസ് ചെയ്തൊക്കെ 2 സ്റ്റെപ്പ് ചിലങ്ക എന്നുള്ളൊരു പേരിട്ടിട്ട് ചിലങ്ക. 2 സ്റ്റെപ്പ് ഡാൻസ് ചെയ്തില്ലെങ്കിൽ ചിലങ്ക, please. സോങ്ങട്ടുള്ളൂ. ചിലങ്ക കളിക്കും. എടാ സുമേഷേ, ആ കലാനിലയത്തിലെ യക്ഷി കഴിഞ്ഞ് വിളിച്ചേ. കലാനിലയത്തിലെ കൈ പിടിച്ചുകൊണ്ടിരും. ആര് കളിച്ചാലും ഞാനിവിടെ മോഹൻലാൽ. ഇത് നമ്മൾക്ക് അവരോടുള്ള പ്രതിഷേധമാണ്.
ഫ്ലോറിഡയിൽ നിന്ന് വന്ന അമ്മായിയുടെ ആ ഡാൻസ് വളരെ മനോഹരമായിരുന്നു. ഫ്ലോറിഡയിൽ നിന്ന് വന്ന ആ ക്ലാസിക്കൽ ഡാൻസ്. സുറുമയിട്ട് നശിപ്പിച്ചത് ഈ കുട്ടിയുടെ കലയാണ്. ഇന്നു മുതൽ പക്ഷെ നിങ്ങളെ ഈ ചിലങ്കയെ ഞങ്ങൾ ഉപേക്ഷിക്കുകയാണ്. ഇന്നാ പിടിച്ചോ. പക്ഷെ നിങ്ങള് ഇവിടെ ഇരുന്നൊരു മംഗലശ്ശേരി നീലകണ്ഠനെ ശ്രദ്ധിച്ചില്ല. ഞങ്ങൾക്കൊരു നല്ല ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. അടുത്ത തവണ മാറ്റി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു കേട്ടോ. ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു, പിന്നെ അതിരെയും കൂടെ വന്നപ്പോ ഫുൾ ഫോമായി നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് പോക്കായിരുന്നു. സുറുമയിട്ടാന്ന് പെട്ടെന്ന് ഉറക്കം വരുന്ന പറയാ, കണ്ണിനിങ്ങനെ കുളിർമ വന്നിട്ട്. ഈ ബിനീഷ് ബാസിന് സുറുമയിട്ടായിരുന്നെങ്കിൽ ബിനീഷ് ബാസിനെ വീട്ടിൽ കൊണ്ടായിരുന്നു, പിള്ളേരെ കാണിച്ച് പേടിപ്പിച്ച് ചോറ് കൊടുക്കായിരുന്നു. അത് വേണ്ട, നേരെ വീട്ടിൽ ചെന്നാ മതി. അപ്പളേ ഇന്ന് കൺകുളിർക്കെ നിങ്ങൾക്ക് ഉറങ്ങാം. സുഖനിദ്രാന്നല്ലേ, ഇങ്ങനെ ഫാങ് ഇറങ്ങണം നോക്കിക്കൊണ്ടിരിക്കാന്നല്ലാതെ. എന്താ ചെയ്യാ, എപ്പിസോഡ് നമ്മൾ തുടങ്ങി. ഒന്നുകൂടെ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ 1 മണിക്കൂർ പോയോ? അത് ഇത്ര വേഗം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും തോന്നലല്ല, സത്യം തന്നെയാ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. സെയിം ടു ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000.